കോട്ടയം അതിരമ്പുഴ ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴ ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി ജൈനമ്മയുടേതാണെന്നാണ് സ്ഥിരീകരണം. ഇതോടെ നിലവിലുള്ള തിരോധാന കേസ് മരവിപ്പിച്ചുകൊണ്ട് കൊലപാതക കേസാക്കി ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ നിലവിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറകളും അസ്ഥികളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് ജൈനമ്മ തിരോധാന കേസിലെ നിർണായക വഴിത്തിരിവ്. സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് ജൈനമ്മയെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത്. BNS 103(1), 238A, 309, 140 വകുപ്പുകൾ സെബാസ്റ്റ്യനെതിരെ ചുമത്തി. ജില്ലാ കോടതിയിലേക്ക് കേസ് കൈമാറുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. സെബാസ്റ്റ്യനു വേണ്ടി അഭിഭാഷകർ ഹാജരാവാത്തതാണ് കേസ് കൈമാറുന്നത് വൈകാൻ കാരണം. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതാവുന്നത്. ധ്യാനം കൂടാൻ പോയ ജൈനമ്മ പിന്നീട് തിരികെ എത്തിയില്ല. ബന്ധുക്കളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണം ഒടുവിലെത്തിയത് സെബാസ്റ്റ്യനിലേക്ക്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ജനം, കോട്ടയം.